എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ച് തരുന്നതായിരിക്കും. അത് നോക്കി അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുക. 2026 തൃക്കേട്ട നക്ഷത്രം. ഈ തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് 2025 കുറേ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നടന്ന്, എന്നാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കോളുകൾ വരുന്ന തൃക്കേട്ട നക്ഷത്രത്തിൽ സാമ്പത്തികമുണ്ട്. പക്ഷേ സാമ്പത്തിക നഷ്ടത്തിലേക്ക് തൃക്കേട്ട നക്ഷത്രക്കാരെന്നല്ല, മിക്ക നക്ഷത്രക്കാർക്കും സാമ്പത്തിക നഷ്ടങ്ങളാണ് വരുന്നത്. അതായത് ജോലിയിൽ കയറുമ്പോൾ നല്ല സാലറി കാര്യങ്ങളുണ്ട്, ജോലി കിട്ടി സാലറി കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് അനാവശ്യമായ ചിലവുകൾ തന്നുകൊണ്ട് ആ പൈസ ഒന്നിനും തികയുന്നില്ല. അങ്ങനെ നമ്മൾ തികയാതെ വരുമ്പോൾ കടം മേടിക്കുന്നത്, വീണ്ടും അടുത്ത മാസം ആ സാലറി കിട്ടുമ്പോൾ കടം മേടിച്ചവർ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നത്, വീണ്ടും കടം കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലാഭമില്ലാതെ ഒരു ഇതിലാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. മിക്ക നക്ഷത്രക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ മാസത്തിലോ ഇല്ലെങ്കിൽ 2 മാസമെങ്കിലും കൂടുമ്പോൾ അവിടെ പോയി നമുക്ക് പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 9 ഗ്രഹങ്ങളാണ്. ഈ 9 ഗ്രഹങ്ങളിൽ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകത്തുള്ളൂ, സാമ്പത്തിക നഷ്ടങ്ങൾ മാറി വരത്തുള്ളൂ, ജാതകത്തിലെ ദോഷങ്ങൾ മാറി ഭാഗ്യങ്ങൾ തെളിയത്തുള്ളൂ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ അടുത്ത് വെച്ചാരാധനയുള്ള കാവുകൾ. ചില ആൾക്കാർ പരിസരക്കാരായിട്ട് വടക്കെന്ന് വിചാരിച്ച് അവരുടെ വീട്ടിൽ പോകത്തില്ല, ഇല്ലെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ പോകത്തില്ല, അവിടെ എണ്ണ കൊണ്ടു കൊടുക്കത്തില്ല. അവരെന്ത് ചെയ്യും? ദൂരെയുള്ള മണ്ണാറശാലയിലും ഇല്ലെങ്കിൽ വേറുള്ള സർപ്പക്ഷേത്രത്തിനെയും വെട്ടിക്കൂട്ടൊക്കെ കൊണ്ടുകൊടുക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന സർപ്പത്തിന് എണ്ണ കൊടുക്കാതെ ദൂരെ പോയിട്ട് വല്ല കാര്യമില്ല. ഈ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉള്ളവർ ചിലപ്പോൾ അവരുടെ ചിറ്റപ്പൻ്റെ വീട്ടിലായിരിക്കും ഈ കുടുംബക്കാവുള്ളത്. അപ്പോൾ ചിറ്റപ്പനായിട്ട് വടക്കാന്ന് വിചാരിച്ചിട്ട് ഈ കുടുംബക്കാരെന്ത് ചെയ്ത് അവരുടെ വീട്ടിൽ പൂജ നടക്കുമ്പോൾ പോകത്തില്ല. അങ്ങനെയാണ് മിക്ക ആൾക്കാരിലും ഭക്തജനങ്ങളിലൊക്കെ ഞാനായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ അവിടെ പോകാതിരുന്ന അതിൻ്റെ ദോഷം അവരാണ്. അത് നമ്മളവിടെ പോയി അവിടെ എണ്ണ വെക്കുകയാണെങ്കിൽ അവരിവിടെ വരണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദോഷം അവർക്കാണ്. അപ്പോൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർ ആദ്യമേ 2 മാസമോ 3 മാസമെങ്കിലും കൂടുമ്പോൾ അവിടെ പോയേ പറ്റത്തുള്ളൂ. വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ടൊക്കെ കൊടുക്കുക. അപ്പോൾ 2026 തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം എന്ന് വെച്ചാൽ ഏറെക്കുറെ പകുതി സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഈ സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 വലത്ത് വെച്ച് തൃക്കേട്ട, അതായത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അന്ന് 1 വർഷക്കാലം തൃക്കേട്ട നക്ഷത്രക്കാർ 9 വലത്ത് വെച്ച് നവഗ്രഹ പൂജ നടത്തുക. ജോലിക്ക് പോകുന്ന തൃക്കേട്ട നക്ഷത്രക്കാർ തൃക്കേട്ട കഴിഞ്ഞുള്ള ഞായറാഴ്ച ദിവസം ഇത് ചെയ്യണം. 1 വർഷക്കാലം ചെയ്യുമ്പോൾ സാലറി കിട്ടുന്നുള്ള സമയത്ത് നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാകത്തില്ല. അത് സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വഴിപാട് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ നവഗ്രഹത്തിന് അമ്പലത്തിൽ കൊടുത്തിട്ട് പോയാൽ പോരാ, നമ്മൾ ആ പ്രസാദം കൈകൊണ്ട് മേടിച്ച് നമ്മളത് എന്ത് ചെയ്യണം? നെറ്റിയിൽ തൊടണം. ഒപ്പം തന്നെ നവഗ്രഹങ്ങൾക്ക് 9 പ്രദക്ഷിണവും കൂടെ വെച്ചെങ്കിൽ മാത്രമേ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ വരാതെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ വന്ന് കടബാധ്യതകൾ കൂടി വരും. അപ്പോൾ 2026 കടബാധ്യതകൾ തന്നെയാകും. അത് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1 വർഷക്കാലം തൃക്കേട്ട നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നാളിൻ്റെ അന്ന് നവഗ്രഹ പൂജ നടത്തി പ്രസാദം മേടിക്കുക. ഒപ്പം തന്നെ വലിയ വലിയ ഭാഗ്യങ്ങളൊക്കെ 2026 വരും. അതായത് 2025 പിണങ്ങി നിന്ന കൂട്ടുകാർ, ബന്ധുക്കാർ, നമ്മളോട് അകലം കാണിച്ച ആൾക്കാർ, നമ്മൾ പല ആൾക്കാരുടെ മുമ്പിൽ വില തരാത്ത ആൾക്കാരുടെ മുമ്പിൽ അവർ നമ്മൾ ഉയരുന്ന കണ്ട് നമ്മുടെ അടുത്ത് സഹായങ്ങൾ ചോദിച്ചു വരുന്ന ഒരു വർഷവും കൂടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാമ്പത്തികപരമായ ഉയർച്ച തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 ഉണ്ടാകും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ആദ്യ പകുതി ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പഠിക്കാനിരിക്കുന്ന സമയത്ത് നല്ലപോലെ തലവേദന ഉണ്ടാകും. ഇങ്ങനെ എന്താ പറയുക, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരാതിരിക്കുക, ചെറിയ ചെറിയ ടെൻഷനുകളും കാര്യങ്ങൾ, ഇതൊക്കെ മാറാൻ വേണ്ടി വീടിൻ്റെ അടുത്തുള്ള ഇല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, ദുർഗാദേവി ക്ഷേത്രത്തിൽ താമര കൊണ്ട് കൊടുത്ത് സരസ്വതി മന്ത്ര അർച്ചന ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഗുണങ്ങളുണ്ടാകും. അതായത് ആ ഒരു പഠന സമയത്ത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരാനും പഠനപരമായ തടസ്സങ്ങൾ മാറാൻ വേണ്ടി വിദ്യാർത്ഥികൾ സരസ്വതി മന്ത്രം കൊണ്ട് താമര കൊണ്ട് കൊടുത്ത് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. താമര കിട്ടാത്ത ഭക്തജനങ്ങൾ ഉള്ള പൂ വെച്ച് ചെയ്യാം. അതേപോലെ തന്നെ സരസ്വതി സങ്കല്പത്തിൽ വെളുത്ത നന്ദ്യാർ വട്ടം, താമര,
അതൊക്കെ കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം. സരസ്വതി മന്ത്ര അർച്ചന ചെയ്തു തരാൻ പറഞ്ഞാൽ മതി. പിന്നെ ഏതൊരു കാര്യം നമുക്ക് ദൈവാനുഗ്രഹം പോലെ ഇരിക്കും. അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തൃക്കേട്ട നക്ഷത്രക്കാരെ ഇങ്ങനെ അലക്കിയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സംബന്ധം, നമ്മൾ രാത്രി കിടന്ന ഉറക്കങ്ങൾ വരില്ല. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുക. നല്ലപോലെ അടുക്കള ജോലി, വീട്ടുജോലി, തൊഴിൽപരമായ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൃക്കേട്ട നക്ഷത്രം പൊതുവെ ഇവർക്കൊരു മടി വരും. 2026 കുറച്ച് കഴിഞ്ഞ് ചെയ്യുമെങ്കിൽ നാളെയാകാം, എന്നാൽ പിന്നെ ആട്ടെ, അങ്ങനെ ഒരു ഇത് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചോറുണ്ടിട്ട് കൈ കഴുകാൻ വരെ മടി പിന്നെ ആയിരിക്കും. അതായത് കഴിഞ്ഞു പോയ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ ഇടയുണ്ട് 2026 തൃക്കേട്ട നക്ഷത്രക്കാർ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളും കൂടെ ഒന്ന് സ്വയം വിചാരിച്ച് മാറ്റിയെടുക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ 2026 ഇവർ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർ ചുരുക്കി പറഞ്ഞാൽ ആരെങ്കിലും പൈസ ചോദിക്കുവാണെങ്കിൽ കുറഞ്ഞത് ഒരു 2000 ഇല്ലെങ്കിൽ 1500 കൂടുതൽ കൊടുക്കുക, തിരിച്ചു കിട്ടാൻ ഇടയാകത്തില്ല. പിന്നെ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ആ വ്യക്തിയായിരിക്കും നിങ്ങളുടെ 2026 ആദ്യത്തെ ശത്രു. വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രം പൈസ കടം കൊടുക്കുക. ജാമ്യം ഒന്നും 2026 പരസ്പരം നിന്ന് കൊടുക്കരുത്, എങ്കിൽ അവരായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ശത്രു. പൈസ കടം കൊടുത്താൽ മതി, ഇല്ലാത്ത ശത്രുക്കളെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതൊന്ന് ശ്രദ്ധിക്കുക തൃക്കേട്ട നക്ഷത്രക്കാർ. ഇവർക്ക് 2026 മറ്റുള്ള നക്ഷത്രക്കാരെ പോലെ ദൂരെ യാത്രകൾ പോകാനും വിദേശത്ത് പോകാനുള്ള ഭാഗ്യങ്ങളുണ്ടാകും. അതായത് ജോലിയിൽ പുരോഗതി ഉണ്ടാകും. അതായത് സർക്കാർ തലത്തിലും അല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ അങ്ങനെ എതിർപ്പോ കാര്യങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ടായിട്ടില്ല. ഇവർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്ന, പ്രമോഷൻ കിട്ടും, സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകും, ഉദ്ദേശിക്കുന്ന നല്ല ജോലികൾ കിട്ടും. അതായത് വിവാഹ കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന തൃക്കേട്ട നക്ഷത്ര വിവാഹം നടക്കും. അതേപോലെ തന്നെ വീടുകൾ വെക്കാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകും. വീട് പണി നടക്കുന്നവർക്കൊക്കെ വീട് പണി നടക്കും. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 സാധ്യമാകും. ഈ പറയുന്ന പോലെ നവഗ്രഹ പൂജ കാര്യങ്ങളും ചെയ്യുക. ഒരു വർഷക്കാലം വേറെ ഒത്തിരി നടന്ന് തൃക്കേട്ട നക്ഷത്രക്കാരെ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യേണ്ട. അന്ധമായ വിശ്വാസ കാര്യങ്ങളിലേക്ക് തൃക്കേട്ട നക്ഷത്രക്കാർ പോകാതിരിക്കുക. 10,000-30,000 രൂപ മുടക്കി പൂജകളൊന്നും ചെയ്യാതിരിക്കുക. 55 വയസ്സിന് ശേഷമുള്ള തൃക്കേട്ട നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുന്നത് നല്ലതാണ്. ഒരു ചരടിൻ്റെ കാലാവധി 21 ദിവസമുള്ള. എന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ ക്ഷീണങ്ങൾ മാറാൻ, അസുഖങ്ങൾ മാറാൻ വേണ്ടിയാണ് അഹോര മന്ത്രം ജപിച്ച കറുത്ത ചരട് വലത് കൈ കിട്ടാൻ പറഞ്ഞ് 21 ദിവസം കഴിഞ്ഞ് അത് അഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അഹോര മന്ത്രം ജപിക്കാം. അപ്പം തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2026 കൂടുതലുള്ള ഭാഗ്യങ്ങൾ വരാൻ വേണ്ടി നവഗ്രഹ പൂജ നടത്തുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ്. കൂടുതൽ വലിച്ചു നീട്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തൃക്കേട്ട നക്ഷത്രക്കാർ എന്തായാലും ഞാൻ മോഹിപ്പിക്കുന്നില്ല. ഇപ്പം ഞാൻ തന്നെയല്ലേ വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്ന. ആരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കണം. ഇവർ പറയുന്നത് എത്രത്തോളം ശരിയുണ്ടെന്ന്. ജോലിക്ക് പോകാതെ എന്തായാലും പൂജകൾ ചെയ്താൽ പൈസ കിട്ടില്ല. അസുഖം വന്നാൽ ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണിക്കാതെ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ അസുഖം മാറത്തില്ല. അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാടുകളും ചെയ്യുമ്പോൾ രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഫലം കിട്ടും. ഒരു നമ്മളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അപമാനിച്ച ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നല്ലപോലെ ജീവിക്കണം. ശത്രുക്കൾ നമ്മളെ കളിയാക്കിയെങ്കിൽ നമ്മൾ അവരെക്കാട്ടി ഉയരണ ആ ഒരു വാശി എപ്പോഴും നമുക്കുണ്ടാകണം. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു വിശ്വാസവും കാര്യങ്ങളും ഉണ്ടാകണം. ജാതകത്തിലെ ദോഷങ്ങളും ഭാഗ്യങ്ങളും തെളിയാൻ വേണ്ടിയാണ് നവഗ്രഹ അർച്ചന പറഞ്ഞത്. കൂടുതൽ വഴിപാടുകൾ ചെയ്ത് തൃക്കേട്ട നക്ഷത്രക്കാർ വെറുതെ പൈസ കളയണ്ട. ഈ ഒരു കാര്യം തൃക്കേട്ട നക്ഷത്രക്കാർ ചെയ്താൽ മതി. നവഗ്രഹ പൂജ തൃക്കേട്ടയുടെ അന്ന്. അതേപോലെ തന്നെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുക്കുറ്റി കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനാണെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തരുന്നതാണ് 2026 കുറച്ചുകൂടെ കാര്യങ്ങൾ. അപ്പോൾ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടെ വെച്ച് പരിഹരിച്ച് തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.